നടിയെ ആക്രമിച്ച കേസിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നല്ല, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നാണ് തന്റെ നിലപാടെന്ന് നടൻ ആസിഫ് അലി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് താൻ പ്രാർത്ഥിച്ചതെന്ന് നടൻ ലാലും പ്രതികരിച്ചു. PT തോമസ് അല്ല, താനാണ് പോലീസിനെ ആദ്യം വിളിച്ചു പറഞ്ഞതെന്നും ലാൽ പറഞ്ഞു. കോടതി വിധിയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു മുകേഷ് MLA യുടെ പ്രതികരണം. ദിലീപിനെ തിരിച്ചെടുക്കാൻ സിനിമാ സംഘടനകൾ അമിതാവേശം കാട്ടിയെന്ന് സംവിധായകൻ വിനയൻ വിമർശിച്ചു. പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏത് സമയത്തും അതിജീവിതരോടൊപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഞാൻ അന്ന് കണ്ടത്, എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കൊന്നുകളയണമെന്ന് തോന്നി. എന്റെ കൈ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആക്രമിച്ചാണ് അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അത് ഇപ്പോ വിധി വന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വിധി വന്നതെന്നും എനിക്കറിയില്ല. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. സിനിമാ സംഘടനകള് അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും ഒരു നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് ഒരു ആവേശം സിനിമാ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് സ്ത്രീപക്ഷമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു നിഷ്പക്ഷതയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അതിനുള്ള ടൈമുണ്ടല്ലോ. ഒരു അമിതാവേശം അക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല.